ഹലോ, ഞാൻ അഞ്ജലി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയ 3 സിമ്പിൾ വാൾ ഡെക്കേഴ്സാണ്. ഇതിൽ ഫസ്റ്റ് വൺ ഒരു ഗോൾഡൻ ലീഫ് വാൾ ഹാങ്ങിങ് ആണ്. ഇതിനായി ഞാനൊരു വുഡൻ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാർഡ്ബോർഡ് പീസും എടുക്കാം കേട്ടോ. ഇനി ബ്ലാക്ക് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ഇത് മുഴുവൻ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ലപോലെ ഉണങ്ങിയ നല്ല ബലമുള്ള ഒരു ഇലയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് പ്ലാവിൻ്റെ ഇലയാണ്. ഇനി ഒരു ഗോൾഡ് അക്രിലിക് പെയിൻറ് അല്ലെങ്കിൽ ഗോൾഡ് സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ഈ ഇല മുഴുവൻ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഒരു ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ ഉപയോഗിച്ച് ഇല നമ്മുടെ ബോർഡുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് ഹാങ് ചെയ്യാനായി ബോർഡിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ആണി അടിച്ചതിന് ശേഷം ഒരു ത്രെഡ്, ഞാൻ എടുത്തിട്ടുള്ളത് സാധാ ചാക്നൂലാണ്, അതെടുത്ത് രണ്ടറ്റത്തും ഇതുപോലെ കെട്ടിക്കൊടുക്കണം. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാൾ ഹാങ്ങിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. സെക്കൻഡ് വൺ ഒരു പ്രസ്ഡ് ലീഫ് വാൾ ഫ്രെയിം ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പച്ചയിലാണ് നമുക്ക് വേണ്ടത്. ആദ്യം ഇതൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി 2 പേപ്പർ എടുത്ത് അതിൻ്റെ നടുക്കായി ഇല വെച്ച് കൊടുത്ത് നല്ലപോലെ അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്യുമ്പോൾ അയൺ ബോക്സ് അധികം മൂവ് ചെയ്യാതെ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം ഡ്രൈ ആയി പോകുന്നവരെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഹീറ്റിൽ ഇട്ടിട്ട് വേണം അയൺ ചെയ്യാൻ. ഇല ഇപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയി കഴിഞ്ഞത് ഏകദേശം ഒരു പേപ്പർ പോലെ ഇരിക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്രെയിം ചെയ്യാം. എൻ്റെ കയ്യിലുള്ളൊരു പഴയ ഫ്രെയിമാണിത്. ഇതിൽ ഞാനൊരു വൈറ്റ് പേപ്പർ പശ തേച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ചെയ്ത ഇല നമുക്ക് വേണ്ട ഷേപ്പിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇല എടുക്കുക, അതേപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ താഴത്തായിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഗ്ലാസ് വെച്ച് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ ഈ പാർട്ട് പോയതായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് 2 സൈഡും ഒട്ടിച്ചു കൊടുത്തതാണ്. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഇനി ഫ്രെയിം ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ലീഫ് ഇതുപോലെ ഡ്രൈ ചെയ്തതിന് ശേഷം ഒരു ക്യാൻവാസിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് വാർണിഷ് അപ്ലൈ ചെയ്താലും മതി. വാൾ ഡെക്കർ ചെയ്യുന്നവർക്ക് വാളിനൊരു ഗ്രീനറി കൊടുക്കാൻ ഏറ്റവും നല്ല ഓപ്ഷനാണിത്. അതേപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. ലാസ്റ്റ് വൺ ഒരു മൂൺ ഫേസ് വാൾ ഹാങ്ങിങ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് ഹാർഡ് ബോർഡ് അല്ലെങ്കിൽ കുറച്ച് കനമുള്ള ബുക്ക് കവർ എടുത്ത് അതിൽ മൂൺ ഫേസസ് വരച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു റൗണ്ടാണ് വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഹാഫ് മൂൺ വരയ്ക്കാൻ വേണ്ടി സെയിം റൗണ്ട് വരച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് വീണ്ടും ഒരു ചെറിയ റൗണ്ടും കൂടെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന് ഏകദേശം ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പ് കിട്ടും. ഇതുപോലെ 2 മൂണും 2 ഹാഫ് മൂണും വരയ്ക്കണം കേട്ടോ. പിന്നെ കുറച്ച് വലിയ റൗണ്ട് വരച്ചിട്ട് കുറച്ച് വലിയൊരു ഹാഫ് മൂണും കൂടെ വരച്ചിട്ടുണ്ട്. ഈ മൂൺ ഫേസസ് എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇനി ഗോൾഡൻ ആക്രിലിക് അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് ഇതെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബ്ലാക്ക് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തായി പെയിൻറ് ചെയ്ത് ഒരു കല്ല് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റഡി ആയിട്ട് നിന്നോളും. ഇനി ഓരോ മൂൺ ഫേസും ഈ നൂലുമായി ഒരു ട്രാൻസ്പാരൻറ്റ് ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് എവിടെയെങ്കിലും ഒന്ന് ഇത് ഹാങ് ചെയ്തിട്ട് ഓരോ ഫേസും വേണ്ട രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ബാക്കി വന്നിട്ടുള്ള നൂലെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഭാഗത്ത് ചിലപ്പോൾ നൂല് ക്രോസ് ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരികയെന്നുണ്ടെങ്കിൽ നൂല് കട്ട് ചെയ്തിട്ട് ട്രാൻസ്പാരൻറ്റ് ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഹാങ് ചെയ്യാനായി അറ്റത്തൊരു കെട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് ഭംഗിയാക്കാൻ ഇതുപോലത്തെ മിററോ അല്ലെങ്കിൽ മുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കും കൂടെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മൂൺ ഫേസ് വാൾ ഹാങ്ങിങ്. അപ്പോൾ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഈ 3 ഹോം ഡെക്കേഴ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനലിലെ കണ്ടൻറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയി അടുത്ത വട്ടം കാണാം. അതുവരേക്കും ബൈ ബൈ.